നാടിന്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. ഇന്ന് മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നതെങ്കിലും വിഷു നല്ലൊരു ദിവസമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായതാണ്. പക്ഷെ പിൽക്കാലത്ത് എല്ലാ ആചാരങ്ങളും മതവുമായിട്ട് കൂട്ടി ഇണക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്കിലും മനുഷ്യൻ നല്ല ചിന്തകളും കൈനീട്ടം പോലെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു അടുപ്പവും ചില സംഘടനകൾ അത് ഇങ്ങനെ ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അത്തരം ചില വാർത്തകൾ നാടിന്റെ പല ഭാഗത്തുനിന്ന് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. വിഷു കൈനീട്ടവും മധുര വിതരണവും നടന്നു. കുണ്ടറ മണ്ഡലം സോഷ്യൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ വിഷു കൈനീട്ടവും മധുര വിതരണവും നടന്നു. ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ രാവിലെ 6:30 ആദ്യ കൈനീട്ടം ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ബി ശങ്കരനാരായണൻ നൽകി ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജിജുമോൻ മത്തായി അധ്യക്ഷത വഹിച്ചു. ലിസിമോൾ, മോളിക്കുട്ടി, ഉഷ ഷാജി, കൊല്ലം മുരളി, ബാബു കുളങ്ങര, ബിന്ദു പാട്രിക്, പ്രകാശ് മയൂരി എന്നിവർ പങ്കെടുത്തു. അമ്പലത്തിൽ തൊഴുതിറങ്ങുന്ന ഭക്തർക്ക് കൈനീട്ടവും ഉണ്ണിയപ്പവും വിതരണം നടത്തി. തുടർന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ SHO സൻസീൻ അബ്ദുൾ സമദിനും മറ്റ് ഓഫീസേഴ്സിനും സ്റ്റാഫിനും വിഷു കൈനീട്ടവും ഉണ്ണിയപ്പ വിതരണവും നടത്തി. സോഷ്യൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ സഹായിക്കുക അവരുടെ എന്നുള്ള അതിയായ കമ്മിറ്റിയുടെ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഈസ്റ്റർ ദിനത്തിലും 1-2 പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് വിഷു ദിനത്തിൽ ഈ അമ്പലത്തിൽ അനുവാദം തന്ന അമ്പല ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനത്തിനായി ശിവൻ വേളിക്കാട് സാറിനെ ക്ഷണിക്കുന്നു. സംഘടനയാണെങ്കിൽ പോലും അതിന്റെ ബൈല അനുസരിച്ച് സാമൂഹിക പ്രവർത്തനം നടത്തുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനം, മതമൈത്രി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനും ബൈല പ്രകാരം അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഘടന ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മതമൈത്രി, അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈസ്റ്റർ ദിനത്തിൽ കൊടുത്ത അപ്പവും അതുപോലെ തന്നെ ഈ വിഷു ദിനത്തിൽ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഉണ്ണിയപ്പ വിതരണവും കൈനീട്ടവും ഒക്കെ. അതുപോലെ പ്രസിഡന്റ് നമ്മൾ സന്തോഷകരമായ ഒരു സമയത്താണ് നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നത്. ജീവിതത്തില് അപൂർവമായി കിട്ടുന്ന അസുലമായ സന്ദർഭം. ഇളമ്പള്ളൂർ ശ്രീ മഹാദേവിയുടെ തിരുസന്നിധിയിൽ നമ്മളെല്ലാം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സന്ദേശവാഹകരായി ജീവിക്കണം. അത് സ്വന്തം ഹൃദയത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ പകർത്താൻ നമ്മുടെ ജീവിതം തന്നെ അതിന് വഴികാട്ടിയാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവിയുടെ അനുഗ്രഹവും ആശീർവാദം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സൽക്കരണത്തിൽ ഔപചാരികമായ ഉദ്ഘാടനത്തിൽ പങ്കേറുന്ന നിങ്ങളേവരും ഇതിൽ പങ്കാളിയാവണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നടത്തുന്നു. നമസ്കാരം. ചിന്നൂസ് ഫാഷൻ ജുവല്ലേഴ്സിൽ വാർഷികാഘോഷം ഏപ്രിൽ 14 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ പർച്ചേസിനുമൊപ്പം പട്ടുസാരികളും ചുരിദാറുകളും സമ്മാനം. 11 ദിവസം 11 സ്വർണ്ണമോതിരം. ഓഫർ ദിനങ്ങളിൽ ദിവസേന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണ്ണമോതിരങ്ങൾ സമ്മാനം. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാം. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പുതിയ 916 HUID ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. നാഗാസ്, ആന്റീക്, ചെട്ടിനാട്, ടർക്കിഷ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ഈ വാർഷിക ദിനങ്ങൾ നമുക്കൊന്നിച്ചാഘോഷമാക്കാം. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. നമസ്കാരം. ഞാൻ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള. നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൻ്റെ പൊള്ളത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന, കണ്ടു കഴിയുമ്പോൾ മനസ്സിനെ വല്ലാതെ പൊള്ളിക്കുന്ന ഒരു ഹ്രസ്വചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ലൈല ക്രിയേഷൻസിന് വേണ്ടി LT ധർമ്മ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച അവകാശി തികച്ചും ലളിതമായ പശ്ചാത്തലത്തിൽ തുടങ്ങി പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്ന അന്ത്യത്തിലേക്കാണ് ഈ സിനിമ വിരൽ ചൂണ്ടുന്നത്. വിശക്കുന്നവനാണ് അന്നത്തിൻ്റെ അവകാശി എന്ന വലിയ സത്യമാണ് ഈ ചിത്രം വിളംബരം ചെയ്യുന്നത്. വിശക്കുന്ന ഒരു മനുഷ്യനോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഇതിലെ പ്രധാന പ്രമേയം. ഒരു നേരത്തെ ആഹാരത്തിനായി വിശന്നു തളർന്നലയുന്ന ഒരു മനുഷ്യൻ, മറുഭാഗത്ത്
ഒരു ആഘോഷത്തിന് ശേഷം ബാക്കി വന്ന ഭക്ഷണം ആർക്കും നൽകാതെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന ഒരു കുടുംബം, ആ ഭക്ഷണത്തിൽ നിന്നും ഒരു പിടി എടുക്കാൻ ശ്രമിക്കുന്ന ആ നിസ്സഹായനായ മനുഷ്യൻ. ഈ വൈരുദ്ധ്യമാണ് സിനിമയുടെ വൈകാരികമായ തലം. ഒരു വശത്ത് ധൂർത്തും അഹങ്കാരവും, മറുവശത്ത് അതിജീവനത്തിനായുള്ള ഒരു മനുഷ്യൻ്റെ പോരാട്ടവും. കഥ വികാസം പ്രാപിക്കുന്നത് ആ വീട്ടിലെ ഒരു കുട്ടിയുടെ സ്വർണ്ണത്തള കാണാതാകുന്നതോടെയാണ്. അവിടെ എത്തിയ ആ പാവം മനുഷ്യനാണ് അത് മോഷ്ടിച്ചതെന്ന് യാതൊരു തെളിവുമില്ലാതെ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. വിശപ്പടക്കാൻ വന്നവൻ്റെ മേൽ കള്ളൻ എന്ന മുദ്ര കുത്തി അയാളെ ക്രൂരമായി മർദ്ദിക്കാനും അപമാനിക്കാനും ആരും മടിക്കുന്നില്ല. ആ ആഭരണം മോഷണം പോയിട്ടില്ല എന്ന് പിന്നീട് അവർ തിരിച്ചറിയുന്നു. അപരിചിതനായ ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ ഉടൻ അവൻ മോഷ്ടാവായിരിക്കുമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ പൊതുബോധത്തെ ഈ രംഗം കഠിനമായി പ്രഹരിക്കുന്നുണ്ട്. ഈ ചിത്രത്തിലെ നായകനായി വേഷമിട്ട ആർ തുളസിയുടെ പ്രകടനം അതിശയിപ്പിക്കുന്നതാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ തൻ്റെ കണ്ണുകളിലൂടെയും ശരീരഭാഷയിലൂടെയും ആ കഥാപാത്രത്തിൻ്റെ വേദന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിശപ്പിൻ്റെ കാഠിന്യവും നിസ്സഹായാവസ്ഥയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിഴലിക്കുന്നു. മർദ്ദനമേൽക്കുമ്പോഴുള്ള ഭാവമാറ്റങ്ങൾ പ്രേക്ഷകനെ അസ്വസ്ഥനാക്കും വിധം സ്വാഭാവികമാണ്. ഭക്ഷണം കുഴിച്ചു മൂടുന്നത് ഒരു പ്രതീകമാണ്, മനുഷ്യത്വമില്ലാത്ത ആധുനിക സമൂഹത്തിൻ്റെ പ്രതീകം. വിശക്കുന്നവന് നൽകുന്നതിനേക്കാൾ നല്ലത് അത് നശിപ്പിച്ച് കളയുന്നതാണെന്ന് ചിന്തിക്കുന്ന ക്രൂരമായ മനോഭാവത്തെ സിനിമ തുറന്നു കാട്ടുന്നു. കാഴ്ചക്കാരൻ്റെ മനസ്സിൽ ഒരു നൊമ്പരം ബാക്കി വെച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഇങ്ങനെയും ക്രൂരരായ മനുഷ്യരുണ്ടോ എന്ന ചോദ്യം സിനിമ കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അലയടിച്ചു കൊണ്ടിരിക്കും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയൊരു സാമൂഹിക സന്ദേശം നൽകാൻ കഴിഞ്ഞു എന്നതാണ് അവകാശിയുടെ വിജയം. ഇത് സംവിധായിക LT ധർമ്മയുടെ സിനിമാപരമായ മികവിനുള്ള അംഗീകാരം കൂടിയാണ്. മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. സമൂഹ വിവാഹം നടത്തി. ചാത്തന്നൂർ കൊട്ടാരംവിള ശ്രീ ശിവ സുബ്രഹ്മണ്യ ദേവി ക്ഷേത്രം സമൂഹ വിവാഹം നടന്നു. തിരുവോണം തിരുനാൾ മഹോത്സവത്തിൻ്റെ ഭാഗമായി നടത്തിയ സമൂഹ വിവാഹത്തിൽ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 4 വധൂവരന്മാർ ക്ഷേത്രം തിരുനടയിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ വിവാഹിതരായി. ക്ഷേത്രം തന്ത്രി ജയകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തി. മേൽശാന്തി അനൂപ് പോറ്റി കാർമ്മികത്വം വഹിച്ചു. SNDP ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റ് ഗോപകുമാറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന വിവാഹ ചടങ്ങുകൾ GS ജയലാൽ MLA ഉദ്ഘാടനം ചെയ്തു. കൊറ്റാരംവിള ക്ഷേത്രം പ്രസിഡന്റ് B പ്രേമാനന്ദ്, S ദേവരാജൻ, സൂരജ് രവി, നെടുങ്ങോലൻ രഘു, KS ബിനു, പ്രദീപ് വിജയൻ, ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ദേവസ്വം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ദേവസ്വം ഓഫീസിൻ്റെ ഉദ്ഘാടനം NSS കൊല്ലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആദിക്കാട് ഗിരീഷ് നിർവഹിച്ചു. ക്ഷേത്രം മുൻ ശ്രീകാര്യം മാരിയിൽ മുരളീധരൻ പിള്ളയുടെ സ്മരണയ്ക്കായി മകൻ
പ്രകാശ് ധർമ്മപുരിയാണ് ദേവസ്വം ഓഫീസ് സമർപ്പിച്ചത്. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജീവൻ കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് M. കുഞ്ഞികൃഷ്ണപിള്ള, കൺവീനർ D. സിന്ധുരാജ്, കരുണാകര പണിക്കർ, പൂന്തോട്ടം ഉണ്ണി, സരസമ്മ, സതീഷ് കുമാർ ഉണ്ണിത്താൻ, മധുസൂദനൻ പിള്ള, രാധാകൃഷ്ണപിള്ള, വേണു കാവായത്ത്, ഷീലാകുമാരി, ബിന്ദു, രാമചന്ദ്രൻ പിള്ള, രാജീവൻ, ഉണ്ണി, കുഞ്ഞിരാമൻ നായർ, മോഹനൻ പിള്ള, ഗംഗാപ്രസാദ്, സുദർശനൻ എന്നിവർ പങ്കെടുത്തു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ പുറത്തിറങ്ങിയിട്ടുള്ള 27 ഹ്രസ്വ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഞങ്ങളുടെ ഏറ്റവും അവസാനം ഈ മാസം റിലീസ് ചെയ്ത ചിത്രമാണ് സൈലൻസ്, മൗനം. തീർച്ചയായിട്ടും നിങ്ങൾ ആ കൊച്ചു സിനിമയെന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം യൂട്യൂബിൽ രേഖപ്പെടുത്തണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.